ലോ ബൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അമിത ഉപയോഗം കൊണ്ട് നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം AI സാങ്കേതിക വിദ്യയുടെ ദൂഷ്യവശങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഇങ്ങനെ AI സാങ്കേതിക വിദ്യ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്, എന്നാൽ അത് കുറെ തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ AI സാങ്കേതിക വിദ്യയുടെ വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പലതരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ആവിഷ്കാരങ്ങൾ പുറത്തു വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ചില കാര്യങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ പഴയകാല ചിത്രങ്ങളെ ഇപ്പോഴത്തെ രീതിയിലേക്ക് മാറ്റപ്പെടുന്നു, അല്ലെങ്കിൽ പണ്ട് നടന്ന സംഭവങ്ങളെ ഇപ്പോഴേക്ക് പുനരാവിഷ്കരിക്കപ്പെടുന്നു, അതല്ലെങ്കിൽ മൺമറഞ്ഞു പോയ ആളുകളെ AI സാങ്കേതിക കൊണ്ടുവന്നു കൃത്യമായിട്ട് അവരുടെ ഓർമ്മകളെ പങ്കുവയ്ക്കുന്നു. അങ്ങനെ ചില നല്ല വശങ്ങൾ പറയുമ്പോഴും ഇതേ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി ഇത്തരം ആളുകളെ ചെയ്യപ്പെടുന്നു അപകീർത്തിപ്പെടുത്തുവാനും, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പൊതുമധ്യത്തിൽ മരണപ്പെട്ടു പോയ ആളുകളെ പോലും കൊണ്ടുവന്ന് അപകീർത്തിപ്പെടുത്തുന്ന വലിയൊരു അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ചില അപകട ട്രോളുകൾ കൊണ്ടുവന്ന് അതായത് ഈ പറഞ്ഞ പോലെ ആക്സിഡൻറ്റുകൾ കൃത്രിമമായിട്ട് അതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള ജനങ്ങളിൽ ഭീതി പടർത്തുവാനും, അല്ലെങ്കിൽ നമുക്കറിയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഒരു പ്രായപരിധി ഒന്നും ഇല്ല. ആരും ഉപയോഗിക്കുന്നുണ്ട്. കുഞ്ഞു കുട്ടികൾ പോലും വീട്ടിലുള്ള അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ സഹോദരങ്ങളുടെയും ഒക്കെ ഫോണുകൾ ഉപയോഗപ്പെടുത്തി. എനിക്ക് തോന്നുന്നു 1 വയസ്സ് മുതലുള്ള കുട്ടികൾ ഇന്ന് കേരളത്തിൽ സോഷ്യൽ മീഡിയ കാണുന്നുണ്ട്. അവർ അത്തരം കാര്യങ്ങളെ കാണുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫോണുകളിലൂടെയും ഒക്കെ തന്നെ ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും ഒക്കെ തന്നെ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ തന്നെ കാണുമ്പോൾ പലപ്പോഴും അപകടകരമായ രീതിയിൽ ഭീതിജനകമായ ചില വാഹനങ്ങളുടെ തമ്മിലിടിക്കുന്നത്, അല്ലെങ്കിൽ വലിയ വലിയ പൊക്കത്ത് നിന്ന് ആളുകൾ ചാടുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചില സമൂഹത്തെ തെറ്റായ രീതിയിൽ ഭീതിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ദേശീയ നാട്ടിലെ ആളുകളുടെ തമ്മിലുള്ള സ്വൈര്യ ജീവിതത്തെയും നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയെയും ഒക്കെ തന്നെ തകർക്കുന്ന ചില തെറ്റായ വിവരങ്ങൾ AI സാങ്കേതിക ഉപയോഗപ്പെടുത്തി നമ്മുടെ സൈന്യത്തിനെ തെറ്റായ രീതിയിൽ അപഗ്രഥിക്കുന്നു. നമ്മുടെ സൈനിക ഉപഗ്രഹങ്ങളെ അല്ലെങ്കിൽ ഈ പറയുന്ന വിമാനങ്ങളൊക്കെ തന്നെ തകർന്നു വീണു എന്നുള്ള തെറ്റായതായിട്ടുള്ള മെസ്സേജുകൾ കൊടുക്കുന്നു. അങ്ങനെയുള്ള രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ചില വിഷയങ്ങളിൽ മൂന്നാമതായിട്ടുള്ളതാണ് ഈ പറഞ്ഞ നാച്ചുറൽ കലാമിറ്റി. അപ്പോൾ അതിൽ തന്നെ തെറ്റായ രീതിയിൽ ഡാം തകർന്നതിൻ്റെ വിഷ്വൽസ് കൊണ്ടുവരുന്നു, പുനരാവിഷ്കരണം നടത്തുന്നു. അതുപോലെ തന്നെ ആറ്റമിക് ബോംബുകൾ ഇത്തരത്തിൽ ഇപ്പം നമുക്കറിയാം ഇസ്രായേൽ ഇറാൻ പോരാട്ടമൊക്കെ ബന്ധപ്പെട്ടിട്ട് അവർ ഇത്തരത്തിൽ തകർന്നു വീണതായിട്ട് തെറ്റായ രീതിയിലുള്ള വീഡിയോകളൊക്കെ പുറത്തു കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ പണ്ട് ജപ്പാനിലും ഒക്കെ സംഭവിച്ച കാര്യങ്ങൾ വീണ്ടും പുനരാവിഷ്കരിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള മെൻഷനിങ്, അതായത് ഇപ്പോൾ നടന്ന സംഭവമാണെന്നില്ല. അതോടൊപ്പം തന്നെ ട്രെയിൻ ദുരന്തം അല്ലെങ്കിലൊക്കെ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള തെറ്റായ പ്രചാരണങ്ങൾ അപ്പോൾ പലപ്പോഴും ഇത് പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ ഇത് ഒറിജിനൽ ആണോ അല്ലെങ്കിൽ സത്യമാണോ അല്ലെങ്കിൽ ഇപ്പോൾ നടന്ന സംഭവമാണോ എന്ന് ആർക്കും പറയാൻ കഴിയാത്ത തരത്തിൽ അത്രമാത്രം ദൃശ്യ മികവോടുകൂടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആവിഷ്കരിച്ചു വിടുന്നത്. അപ്പോൾ അവിടെ അത് ആവിഷ്കരണമാണെന്നോ അല്ലെങ്കിൽ പുനരാവിഷ്കരണമാണെന്നോ അല്ലെങ്കിൽ ഒറിജിനലാണെന്നോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നോ ഒന്നും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു സമൂഹത്തെ നല്ല വശങ്ങൾക്ക് വേണ്ടി, അതായത് നമ്മുടെ മനുഷ്യന്റെ അധ്വാനം കുറയ്ക്കുന്നതിന് വേണ്ടിയും ആണ് നമ്മൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ നമ്മുടെ രാജ്യത്തും ലോകത്തും ഒക്കെ തന്നെ ഉപയോഗപ്പെടുത്തുന്നത്. അതിന്റെ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ ആയാലും അതിനുശേഷം ഓരോരോ കാൽവെപ്പുകൾ നമ്മൾ മുന്നോട്ട് ഓരോ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഓരോ ജനറേഷൻ നമ്മൾ പറയില്ല 5ാം ജനറേഷൻ 10ാം ജനറേഷനിലുള്ള മികവോടുകൂടി നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് മനുഷ്യന്റെ ജോലിഭാരം കുറയ്ക്കുവാനും, അല്ലെങ്കിൽ മനുഷ്യന് ചെയ്യാത്ത കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശാസ്ത്രത്തെ കൂട്ടുപിടിക്കുന്നത്. പക്ഷെ ആ ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തി തന്നെ മനുഷ്യനെ അപ്പോൾ നമ്മുടെ ഇന്റലിജൻസ് കപ്പാസിറ്റിയെ പോലും അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് റീഡിങ്ങിനെ പോലും തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ പലപ്പോഴും പല AI സാങ്കേതിക വിദ്യയിലൂടെയുള്ള മാധ്യമങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന ദൃശ്യങ്ങളും വീഡിയോസും അല്ലെങ്കിൽ ഈ പറയുന്ന ട്രോളുകളും ഒക്കെ തന്നെ ഇടയാക്കുന്നു എന്നുള്ള ഭീതിജനകമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതിപ്പം കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലും നിയമവശങ്ങളോ കാര്യങ്ങളോ ചെയ്യാം? നമ്മുടെ രാജ്യത്ത് 2000-ലാണ് IT നിയമം
നിലവിൽ വരുന്നത്. അപ്പോൾ അതായത് 2000 വരെ എന്തില്ലായിരുന്നു, നമുക്ക് രാജ്യത്ത് IT വേണ്ടി, ഇൻഫർമേഷൻ ടെക്നോളജിക്ക് വേണ്ടിയുള്ള ഒരു നിയമമില്ലായിരുന്നു. അപ്പോൾ IT നിയമത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ പറയുന്ന IT ബന്ധപ്പെട്ടുള്ള ഗൂഗിള്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നീ മാധ്യമങ്ങളിൽ വരുന്ന ഈ പറയുന്ന ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളിൽ വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിയമമാണ്. പക്ഷെ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, ആ നിയമം ഇപ്പം എത്രമാത്രം പ്രായോഗിക തലത്തിൽ അനുയോജ്യമാണ് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. കാര്യം ഓരോ മിനിറ്റിലും എന്ത് ചെയ്യുകയാണ്, സാങ്കേതിക വിദ്യകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഓരോ നിമിഷവും പുത്തൻ കണ്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ പുത്തൻ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ആവിഷ്കരണവും വരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു 2000 ഒരു നിയമം, അപ്പോൾ ആ നിയമത്തിന് കാലാനുസൃതമായിട്ട് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഈ കണ്ടന്റുകളെ ക്യാച്ച് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വളരെ ആണ്. കാര്യം ഈ നിയമത്തിൽ പലപ്പോഴും ദുർബലമായിട്ടുള്ള ശിക്ഷാവിധികളാണുള്ളത്. അതായത് 500 രൂപ അല്ലെ 1000 രൂപ ഫൈൻ അടച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, IT ആക്ട് വെച്ചുള്ള പല കാര്യങ്ങൾക്കും കാണുന്നുള്ളൂ. അതുപോലെ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല, അവരെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നില്ല. രണ്ട്, ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പലപ്പോഴും എന്താണ്, ഈ IP അഡ്രസ്സുകൾ വിദേശ രാജ്യങ്ങളിലും ഫേക്ക് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, IP അഡ്രസ്സുകളും VPN ഒക്കെ മാറ്റുന്നത് കൊണ്ട് തന്നെയും കൃത്യമായിട്ട് ആരാണ്, ഏത് സോഴ്സിൽ നിന്നാണ്, അല്ലെങ്കിൽ ഏത് ഫോണിൽ നിന്നാണ്, അല്ലെങ്കിൽ ഏത് ഇന്റർനെറ്റിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്തത് എന്ന് കണ്ടുപിടിക്കുവാൻ വളരെ ദുസ്സഹമായ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിന്റെ പുറകിലേക്ക് അപ്പോൾ ഒരു കൂടുതലായിട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് പലപ്പോഴും എന്ത് ചെയ്യുന്നു, അന്വേഷണമൊക്കെ തന്നെ വഴിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. എവിടെ നിന്നാണ് ഇത് സോഴ്സ്, അല്ലെ എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പടച്ചു വിടുന്നത് എന്ന് എന്തില്ല, നമുക്ക് കണ്ടുപിടിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് യഥാർത്ഥ പ്രതികൾ എന്ത് ചെയ്യുന്നില്ല, നിയമത്തിന്റെ വിധിയിലേക്ക് വരുന്നില്ല. യഥാർത്ഥ പ്രതികളെ കൊണ്ടുവന്നാലും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, നിയമത്തിന്റെ എന്താണ് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും എന്ത് ചെയ്യുന്നു, അവർ രക്ഷപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ അവർക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിച്ച് അവരപ്പോൾ തന്നെ പുറത്തു പോകുന്ന സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. കാര്യം അതിനകത്തുണ്ടാകുന്ന 2 പ്രശ്നങ്ങളാണുള്ളത്. അതായത് IT നിയമം നമ്മൾ പലപ്പോഴും ശക്തമാക്കണമെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ പലപ്പോഴും ശക്തമാക്കിയ നിയമം തന്നെ എന്ത് ചെയ്യേണ്ടി വന്നു, 2014 എന്ത് ചെയ്യുന്നത്, വിഡ്രോ ചെയ്യേണ്ടതായിട്ട് വന്നു. അതിന്റെ കാരണം ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും ഇതെല്ലാം തമ്മിൽ പരസ്പരം കണക്ഷനാണ്. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ആർട്ടിക്കിൾ 19 ഉറപ്പ് നൽകുന്ന നമുക്കൊരു ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. സ്പീച്ച് ടു എക്സ്പ്രഷൻ, അതായത് നമ്മുടെ എന്താണ്, സംസാരിക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ ചിത്രം വരയ്ക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ എന്താണ് കാർട്ടൂൺ വരയ്ക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ എന്താണ് വിമർശനാത്മകമായിട്ട് ഒരു കാര്യത്തെ കാണാനുള്ള അവകാശം, അതൊക്കെ നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ബാധിക്കാത്ത തരത്തിൽ വേണം എന്ത് ചെയ്യാൻ കഴിയേണ്ടത്. അതൊരു വല്ലാത്ത ഒരു സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. കാര്യം നമ്മളൊരു വിഷയത്തിൽ ഒരു നിയമനിർമ്മാണം നടത്തുമ്പോൾ ആ നിയമനിർമ്മാണം കൊണ്ട് അതിന്റെ അഫക്റ്റഡ് ആയിട്ട് വരുന്ന, അതായത് ഒരുപക്ഷെ ഇപ്പം നമ്മൾ IT നിയമം ശക്തമാക്കണമെന്ന് പറയുമ്പോൾ ആ IT നിയമം അങ്ങനെ ശക്തമാക്കിയാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലെ ഗവൺമെന്റുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, പൂച്ചുവിലങ്ങൾ ഇടാനുള്ള ഒരു അവസരം ഉണ്ടാകും. അപ്പോൾ ഒരേ സമയം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ഈ രണ്ടിനെയും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, തള്ളാനും കൊള്ളാനും കഴിയാത്തൊരവസ്ഥയുണ്ട്. ഒരു ഭാഗത്ത് നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നു ആളുകൾ, മറുഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ നടക്കുന്ന ഈ വേട്ടയാടലുകൾക്കും അല്ലെങ്കിൽ ഈ പീഡനങ്ങൾക്കും അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു, സംസാരിക്കേണ്ടി വരുന്നു. അപ്പോൾ അതൊരു രണ്ടും തമ്മിലൊരു പരസ്പരം എന്ത് ചെയ്യാൻ കഴിയാത്ത വിഷയമാണ്. എപ്പോഴും എന്താണ് ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ അതിനെ കൈകാര്യം ചെയ്യുന്നതും വളരെ എന്താണ് സാഹസം നിറഞ്ഞ ഒരു കാര്യമാണ്. അതാണ് എനിക്കിതിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കാനുള്ളത്. കാര്യം നമ്മളിപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുന്നു, എല്ലാവരും പറയുന്നത് എന്താണ്, IT നിയമം ശക്തമാക്കണം. IT നിയമം ശക്തമാക്കുമ്പോൾ എന്ത് ചെയ്യപ്പെടുന്നു, ആവിഷ്കാര സ്വാതന്ത്ര്യം നശിക്കുന്നു. അപ്പോൾ ഇവിടെ വേണ്ടത് ഇതിനെ എന്ത് ചെയ്യണം, നമ്മൾ എലിയെ പേടിച്ച് ഇല്ലം ചുടുകയല്ല വേണ്ടത്. എവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തല്ല, ഇത്തരത്തിലുള്ള തെറ്റായ വിവരം പ്രചരിപ്പിക്കുവാനോ അല്ലെങ്കിൽ എന്താണ് സാമൂഹ്യ തിന്മകൾ പ്രചരിപ്പിക്കുവാനോ അല്ലെങ്കിൽ സമൂഹത്തിൽ എന്താണ് ആളുകളെ പേടിപ്പിക്കുവാനോ അല്ലെങ്കിൽ ആളുകളെ തെറ്റായ ദിശയിലേക്ക് നയിക്കാനോ ഒന്നല്ല എന്ത് ചെയ്യുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യത്തെ നമ്മൾ ഒരിക്കലും എന്തല്ല ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കൂട്ടിലേക്ക് എന്ത് ചെയ്യണ്ട, കൊണ്ടുകെട്ടാൻ അത് നോക്കണ്ട. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ നാട്ടിലെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുവാനും അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. അല്ലെങ്കിൽ നമുക്ക് എന്താണ് സർക്കാരുകളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പൊതുബോധ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനും അതിനെക്കുറിച്ച് കവിതകൾ എഴുതുവാനും കഥ എഴുതുവാനും അതിനെക്കുറിച്ച് അല്ലെങ്കിൽ പ്രസംഗിക്കുവാനും പ്രചരിപ്പിക്കുന്ന ഉള്ളതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. അല്ലാതെ എന്തല്ല ഇത്തരത്തിലുള്ള
തെറ്റായ കാര്യങ്ങൾ, ഡാം തകർന്നു വീഴുന്നു അല്ലെങ്കിൽ ഡാം പൊട്ടുന്ന വിഷ്വൽ ഉണ്ടാക്കി ആളുകളെ പ്രചരിപ്പിക്കുന്ന ഒരിക്കലും എന്തല്ല, അത് ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല, അത് ക്രിമിനൽ കുറ്റമാണ്. പക്ഷെ ഇത് ഇപ്പൊ ഒരു നിയമം കൊണ്ട് നമുക്ക് അതിനെ തളയ്ക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഇത് ഈ ഉപയോഗിക്കുന്നവരെ തീരുമാനിക്കേണ്ട കാര്യമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, നിയമം കൊണ്ട് തളയ്ക്കാൻ കഴിയുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. കാര്യം സോഷ്യൽ മീഡിയ ഒക്കെ തന്നെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ 1, 2 അല്ല ചൈനയോ അല്ലെങ്കിൽ ഉത്തര കൊറിയയോ ഒക്കെ മാറ്റി അവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ ഉത്തര കൊറിയയൊക്കെ മാറ്റി നിർത്തിയാൽ ലോകത്തെമ്പാടും എന്തുണ്ട്, സോഷ്യൽ മീഡിയയും ഈ പറയുന്ന മാധ്യമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ നോക്കേണ്ടത് ഇപ്പം ഗൾഫ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റു ചില രാജ്യങ്ങളിൽ എന്ത് ചെയ്യുന്നു, എന്തുകൊണ്ടാണ് ഇത്തരം ട്രോളുകൾ പ്രത്യക്ഷപ്പെടാത്തത്? കാര്യം അവിടെ ആളുകൾ നിയമത്തെ ഭയക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ രാജ്യത്തെ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളുടെ പിൻബലത്തിലാണ് ഇത്തരത്തിലുള്ള ആഭാസതരങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളുമൊക്കെ തന്നെ ചില ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിയമത്തിന്റെ കാർക്കശ്യം കൊണ്ടും അല്ലെങ്കിൽ നിയമത്തിന്റെ ഉരുക്കുമുഷ്ടികൾ കൊണ്ട് എന്ത് ചെയ്യണം, ഇത്തരക്കാരെ കണ്ടുപിടിച്ചുകൊണ്ട് ഇവർക്ക് തക്കതായ ശിക്ഷ എന്ത് ചെയ്യണം, നൽകപ്പെട്ടാൽ നാളെ ഇത് ആവർത്തിക്കുന്നതിൽ നിന്ന് ആളുകൾ പിന്നോട്ട് പോകും. ഇത് പൊതുവായിട്ട് നമ്മൾ എന്താണ് ഇതിന്റെ പേരിൽ ഇനിയും ആളുകളൊന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല. കാര്യം രാജഭരണമുള്ള രാജ്യങ്ങളിലോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള ഇപ്പം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പറ്റും. പക്ഷെ നമ്മളൊരു ജനാധിപത്യ ഇന്ത്യയിൽ ഒരിക്കലും എന്തല്ല, അത് പ്രായോഗികമായിട്ടുള്ള നിയമം കർശനമാക്കുന്നത് കൊണ്ട് മാത്രം എന്ത് ചെയ്യത്തില്ല, പ്രശ്നം തീരത്തില്ല. ഇവിടെ വേണ്ടത് എന്താണ്, ആളുകളെ ഐഡന്റിഫൈ ചെയ്യണം. ആരാണ് ഇത് ചെയ്യുന്നത്, അവരിലേക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ ഒരു സോഴ്സിലേക്ക് എന്ത് ചെയ്യപ്പെടണം, അന്വേഷണം നീങ്ങണം. അപ്പോഴൊരു കാര്യം ഈ പറയുന്ന പോലെ ഈ ഫേക്ക് ID അല്ലെങ്കിൽ ഫേക്ക് IP അഡ്രസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ. അല്ല, അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. കാര്യം എന്താണ്, നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഇപ്പം നമുക്കറിയാം, സൈബർ പോലീസുകളായാലും സൈബർ വളരെ സമർത്ഥരാണ്. പക്ഷെ പലപ്പോഴും അവർ അതിനു വേണ്ടി മെനക്കെടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ. നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെയോ അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും പ്രധാനപ്പെട്ട ആളുകളെയോ ഏതെങ്കിലും അപായപ്പെടുത്തുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മെസ്സേജ് വന്നാൽ മിനിറ്റിനുള്ളിൽ അവരെ അറസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അവരെ ബീഹാറിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നുണ്ട്, ഉത്തർപ്രദേശിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്താണ് ഗൾഫിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നുണ്ട്, പലരെ അറസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, നമ്മുടെ അന്വേഷണ സംഘങ്ങൾ ഒരിക്കലും എന്തല്ല, ദുർബലമല്ല. പക്ഷെ കാര്യക്ഷമമായിട്ട് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, പോകാൻ കഴിയുന്നില്ല. അപ്പൊ അവിടെ പ്രശ്നങ്ങളുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്റർസ്റ്റേറ്റ് അറസ്റ്റുകൾക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള എന്താണ് അഡ്വാൻസ് ടെക്നോളജികൾ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, അന്വേഷണ സംഘത്തിന് ഉപയോഗിക്കുന്നില്ല. സാമ്പത്തികമായിട്ടുള്ള പരിമിതികൾ, ഇതൊക്കെ കൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല. കാര്യം നമ്മുടെ രാജ്യത്തെ നമുക്കറിയാം, ലോകരാജ്യങ്ങളിൽ ഇപ്പോൾ ഒരുപാട് സൈബർ തട്ടിപ്പുകാരെ വിദേശ രാജ്യത്ത് പോയി എന്ത് ചെയ്യുന്നു, അറസ്റ്റ് ചെയ്ത്. കാര്യം കംബോഡിയയിലൊക്കെ നടത്തിയ തട്ടിപ്പുകാരെയൊക്കെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്ന കണ്ടതാണ്. അല്ലെങ്കിൽ അവർ നാട്ടിലെത്തുമ്പോൾ അവർക്ക് എന്താണ് വിമാനത്താവളങ്ങളിൽ നിന്ന് അവരെ അറസ്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരുപാട് തട്ടിപ്പുകളുടെ സോഴ്സുകളിലേക്ക് നമുക്ക് എത്തപ്പെടാൻ നമ്മുടെ സൈബർ പോലീസിനും നമ്മുടെ പോലീസിങ്ങിനും ഒക്കെ പറ്റുന്നുണ്ട്. പക്ഷെ ഇതിൽ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഇതിൽ ഒരു സമർത്ഥമായിട്ട് എന്ത് ചെയ്യുന്നില്ല. പലപ്പോഴും എന്ത് ചെയ്യപ്പെടുന്നത്, ഇതിന്റെ കുറ്റവാളികൾ എന്ത് ചെയ്യപ്പെടുകയാണ്, അവർ ഒളിച്ചിരുന്ന് ചിരിക്കുകയാണ്. അവരെന്ത് ചെയ്യുന്നു, ഇത് കടത്തിവിട്ട ശേഷം എന്ത് ചെയ്യുന്നു, അത് വലിയ രീതിയിലാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഭീതി എന്ത് ചെയ്യുക, ആളുകളെ ജനിപ്പിക്കുകയാണ്. അത് നമ്മുടെ രാജ്യത്തിന്റെ സ്വൈര്യ ജീവിതം, മനുഷ്യന്റെ എന്താണ് ജീവിക്കാനുള്ള അവകാശത്തിന് നേരെയുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, നിയമം ശക്തമായിട്ട് നേരിടേണ്ടതാണ്. ഇപ്പൊ ഈ നിയമങ്ങളുടെ കാര്യം പറഞ്ഞു, ഈ നിയമങ്ങൾ കുറച്ചും കൂടി ഒരു അപ്ഡേഷൻ വരികയാണെങ്കിൽ ഈ പറയുന്ന AI സാങ്കേതിക വിദ്യ കൊണ്ട് ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോകളൊക്കെ വരുമ്പോൾ അതിനൊരു മാറ്റം വരുന്ന. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഓരോ നിമിഷവും അപ്ഡേഷനുകൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണ് IT അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി മേഖല എന്ന് പറയുന്നത്. ഓരോ നിമിഷവും അപ്ഡേഷൻ നടക്കുന്ന ഒരു മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിയമനിർമ്മാണം പലപ്പോഴും എന്ത് ചെയ്യുന്നു, നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നിയമനിർമ്മാണം നമ്മൾ എന്ത് ചെയ്യണം, 5-10 വർഷങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നിയമനിർമ്മാണങ്ങളാണ് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത്. അങ്ങനെയുള്ള സാങ്കേതിക വിദ്യകളാണ് നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. അല്ലാതെ ഇപ്പോഴത്തെ ഒരു വിഷയം മാത്രം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ, ഇന്നത്തെ നമ്മളൊരു നിയമം കൊണ്ടുവന്നു, ഇന്ന് വരെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടാൽ നാളെ എന്താകാൻ പോവുകയാണ്, പുതിയ ടെക്നോളജിയിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇന്ന് AI ടെക്നോളജിയിൽ ഒരു മാറ്റം വരുത്തി ഇങ്ങനെ ചെയ്താൽ നാളെ മറ്റൊരു രീതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ നിയമങ്ങൾ കാലഹരണപ്പെടുകയല്ല ചെയ്യുന്നത്. നിയമങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട്, അതായത് ഒരു 10 വർഷത്തേക്കോ അല്ലെങ്കിൽ 15 വർഷത്തേക്കോ മുൻകൂട്ടി കാണാനുള്ള ദാർശനികമായിട്ടുള്ള അതിനെക്കുറിച്ച് കാര്യം നമ്മുടെ ശാസ്ത്രലോകം വളരെ വലിയ ശാസ്ത്രലോകമാണ്. അതിനെക്കുറിച്ച് ശാസ്ത്രലോകത്തിൻ്റെയും കൂടെ ഒപ്പീനിയൻ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ മൈൻഡ് റീഡിങ് എങ്ങനെയാണ് ആളുകൾ പോകുന്നത്, എങ്ങനെയാണ് നമ്മുടെ പുതുതലമുറ മുങ്ങാൻ പോകുന്നത്, ഒരു 10 വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയൊക്കെ ആയിരിക്കാം AI സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയുള്ള ഈ ലോകക്രമത്തിനും അല്ലെങ്കിൽ ജീവിതക്രമത്തിനും അവരെ എവിടെയൊക്കെയാണ് സ്വാധീനിക്കാൻ പോകുന്നത്, എവിടെയൊക്കെയാണ് അവർ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ. അപ്പോൾ ഒരു ഏകദേശം ഒരു അസംഷൻ ഉണ്ടാക്കിക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും, ഒരു ദീർഘകാല പ്രാബല്യത്തോടു കൂടിയുള്ള നിയമനിർമ്മാണത്തിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാകത്തുള്ളൂ. കുറ്റവാളികളെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനും കർശനമായിട്ടുള്ള ശിക്ഷ അവർക്ക് എന്ത് ചെയ്യണം,
എന്നാൽ മറുഭാഗത്ത് നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയോ അല്ലെങ്കിൽ നമ്മുടെ പൗരാവകാശത്തെയോ നമുക്ക് സംസാരിക്കാനുള്ള നമ്മുടെ അവകാശങ്ങളെയോ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനോ ഒരിക്കലും എന്താവരുത്, ഇതൊരു വിലങ്ങുതടിയാവുകയും ചെയ്യരുത്. പക്ഷെ അപ്പൊ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ആരും ഇതിനു വേണ്ടിയിട്ട് മെനക്കെടാത്തത്? ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ ഇതിനെ തമ്മിൽ പലപ്പോഴും എന്ത് ചെയ്യുന്നു, ഇത് കണക്റ്റഡ് ആണ്. അപ്പോൾ പലപ്പോഴും എന്ത് ചെയ്യപ്പെടുന്നു, ജനങ്ങൾ ആവശ്യപ്പെടുന്ന അനുസരിച്ച് സർക്കാർ നിയമം കൊണ്ടുവരുമ്പോൾ അത് ജനങ്ങളുടെ തന്നെ പൗരാവകാശം എന്ത് ചെയ്യപ്പെടുന്നു. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു വലിയ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യപ്പെടേണ്ടത്, ജനങ്ങളോട് തന്നെ എന്ത് ചെയ്യണം, സർക്കാരുകൾ നിയമനിർമ്മാണത്തിന് മുമ്പ് സംവദിക്കണം, അല്ലെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യണം, ഇക്കാര്യത്തിൽ എടുക്കണം. അപ്പോൾ ജനങ്ങളുടെ പൗരാവകാശത്തെ ബാധിക്കാത്ത തരത്തിൽ, എന്നാൽ ജനങ്ങളുടെ സ്വസ്ഥവും സമാധാനവുമായിട്ടുള്ള ജീവിതത്തിന് തടസ്സം വരുത്തുന്നതുമായിട്ടുള്ള, ഇതിനെ തടഞ്ഞുകൊണ്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ഒരു സമഗ്രമായിട്ടുള്ള ഒരു മാറ്റം, അല്ലെങ്കിൽ ഒരു സമഗ്രമായിട്ടുള്ള ഒരു നിയമവും അതിൻ്റെ ഒരു കാർക്കശ്യത്തോടു കൂടി നമ്മുടെ നാട്ടിൽ നിലവിൽ വന്നാൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. ലോകത്തിലെ പല രാജ്യങ്ങളിലും എന്ത് ചെയ്യുന്നില്ല, ഇത്തരക്കാരെന്ത് ചെയ്യുന്നു, ട്രോളർമാർ പേടിക്കുന്നു, അവിടെ പോയി ട്രോൾ ഇറക്കാൻ അവരെന്ത് ചെയ്യുന്നു, ഭയക്കുന്നു. ഇവിടെ ഇന്ത്യയിൽ എന്ത് വന്ന് ചെയ്താലും, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ എന്ത് വന്ന് ചെയ്താലും എന്തില്ല, ഒരു പ്രശ്നവുമില്ല. അവർക്ക് സന്തോഷിക്കാനും ഉല്ലസിക്കാനും അല്ലെങ്കിൽ ആനന്ദിക്കാനും കഴിയുമെന്നുള്ള ഒരു ധാരണ, ഒരു പൊതുബോധ്യം നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയൊക്കെയോ എന്ത് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ നിയമത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അതിപ്രസരം കൊണ്ടും, അല്ലെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം കിട്ടുന്ന പ്രോത്സാഹനം കൊണ്ടും നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നു, അറിയാതെ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലഭിക്കുന്നത് തീർച്ചയായിട്ടും തെറ്റാണ്. കാര്യം നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒരു സമൂഹത്തെ തന്നെയാണ് തെറ്റായ ദിശയിലേക്ക് നയിക്കുന്നത്, സമൂഹത്തെ തന്നെയാണ് ഭീതിജനകമാക്കുന്നത്, സമൂഹത്തെ തന്നെയാണ് മുന്നിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ആ കാര്യത്തിൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു പുനർവിചിന്തനം സർക്കാരുകളും ഗവൺമെന്റുകളും അതോടൊപ്പം തന്നെ എന്താണ് പൊതുജനവും. ഇപ്പൊ സർക്കാരുകൾക്ക് ചെയ്യുന്നതിനൊക്കെ തന്നെ ഒരു പരിമിതികളുണ്ട്. കാരണം പൊതുജനങ്ങൾ കൂടി, അതായത് നമ്മുടെ യുവതലമുറ അല്ലെങ്കിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നവർ, അവരെ കൂടെ എന്ത് ചെയ്യണം, നമ്മളെ ഈ യുവതലമുറ അല്ലെങ്കിൽ ഇങ്ങനെ ട്രോള് ചെയ്യുന്നവർക്ക് ഇതിനെക്കുറിച്ച് ഈ നിയമത്തിന്റെ വശങ്ങളെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഒരിക്കലും അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈക്ക് കിട്ടാനും, അല്ലെങ്കിൽ അവർക്ക് എന്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലായിട്ടുള്ള ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്. നമുക്കറിയാം, നമുക്ക് പരിചയമുള്ള ഒരുപാട് സൈബർ സുഹൃത്തുക്കളുണ്ട്, അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കർമാരും അൺഎത്തിക്കൽ ഹാക്കർമാരും ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുണ്ട്. അപ്പം അവർക്ക് സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു ആനന്ദമാണ്. സമൂഹത്തിൽ എന്താണ് ഇത്തരം പ്രശ്നങ്ങൾ, അപ്പം അവർക്ക് അവരുടെ കോൺട്രിബ്യൂഷനായിട്ട് അവർ കാണുന്നത് എന്താണ്, അവർ പഠിച്ച കഴിവ് വേണ്ട രീതിയിൽ ഉപയോഗിക്കാനല്ല, അവരെന്താണ് ഇത്തരത്തിൽ ഹാക്ക് ചെയ്യുക, ആളുകളെ എന്ത് ചെയ്യുന്നു, എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബുദ്ധിമുട്ട് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും ജനങ്ങൾക്ക് ഉണ്ടാക്കാം. അതുമൂലം എന്താണ് ആൾക്കാർ എത്ര പേര് ബുദ്ധിമുട്ടുന്നുണ്ട്, അത് കണ്ട് നമുക്ക് നല്ല സന്തോഷം ലഭിക്കും. അങ്ങനെയുള്ളൊരു മാനസിക വൈകൃതം എന്ത് ചെയ്യുന്നു, വല്ലാതെ ഇത്തരക്കാരിലേക്ക് എന്ത് ചെയ്യുന്നു, എത്തപ്പെടുന്നു. അപ്പോൾ മാനസിക വൈകൃതികൾ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ കഴിയൂ. ഡാം കൂട്ടുന്ന വീഡിയോ ഉണ്ടാക്കി വിടണമെങ്കിൽ അവൻ എന്തൊരു മാനസിക രോഗിയായിരിക്കണം. അപ്പോൾ ആ മാനസിക വൈകൃതം എന്ത് ചെയ്യുന്നു, അവൻ്റെ മനസ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നു, വളരെ പുറത്തേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള മാനസിക രോഗികൾ ആരൊക്കെയാണെങ്കിലും അവരെ കണ്ടുപിടിക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ സാമൂഹിക നന്മയ്ക്ക് വേണ്ടി വിനിയോഗിച്ചോ. നമ്മൾ എത്ര കാര്യങ്ങൾ ഇത് വെച്ച് ചെയ്യാൻ കഴിയും. ജനങ്ങൾക്ക് ബോധവൽക്കരണം കൊടുക്കാം, കുട്ടികൾക്ക് ബോധവൽക്കരണം കൊടുക്കാം, അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങളായിട്ടൊക്കെ ഇതിനെ ഉപയോഗിക്കാം. അപ്പം അതിനുവേണ്ടി ഉപയോഗിക്കാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. അതാരാണെങ്കിലും അവരുടെ ഉറവിടത്തിൽ ചെന്ന് അവരെ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്ത് അവരെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അവരെ മാറ്റി നിർത്തപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അതിന് നിയമത്തിനും ഗവൺമെന്റിനുമാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ളത്. പിന്നെ പൊതുജനത്തിനും എന്തുണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. നിങ്ങൾ പൊതുജനം ഓർക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും ഇത്തരം കാര്യങ്ങൾ കൂടുതൽ വരുമ്പോൾ അവസാനം അത് നിയമങ്ങൾ ശക്തമായിട്ട് രാജ്യത്ത് വരും. ആ നിയമങ്ങൾ അവസാനം എന്ത് ചെയ്യും, പൗരാവകാശത്തെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും എന്ത് ചെയ്യും, ഹനിക്കുന്ന തരത്തിലേക്ക് എത്തിപ്പെടാൻ സർക്കാരുകൾ നിർബന്ധിതമാകും. അത് നമ്മുടെ മൗലികമായിട്ട് അവകാശം നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്.